Dear friends, this college നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വർണ്ണമായ സ്വാഗതം. അപ്പം എല്ലാവരും വീട്ടില് സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപ്പം ഞാൻ അതിന്റെ മുമ്പ് ചോദിക്കാണ്, നിങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ലേ? ഇല്ലേ? സത്യം പറ, വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? എല്ലാ ആൾക്കാരും പഠിക്കുന്നുണ്ടല്ലോ. കാരണം നിങ്ങൾക്ക് വളരെ സന്തോഷപ്പെട്ട വാർത്ത ഞാൻ പറയാണ്. അപ്പൊ സ്കൂള് ഇപ്പൊ അടുത്ത് തന്നെ തുറക്കാനുള്ള സാധ്യത. കാരണം ഭാഗ്യവശാൽ ഇപ്പൊ നമ്മുടെ കോവിഡിന്റെ എണ്ണം കുറച്ചിത്തിരി കുറഞ്ഞു വരുന്നത് കൊണ്ട് സ്കൂൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങള് വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത് തന്നെ എന്തായാലും 9, 10 പ്ലസ് 2 ഈ ക്ലാസ് വെക്കും. പരീക്ഷ ഉണ്ടാവും. എല്ലാ പാഠത്തിനും പരീക്ഷ നടത്തും. ഓക്കെ, അത് ആദ്യം തന്നെ നിങ്ങളോട് പറയാം. അപ്പം വീട്ടിൽ നിന്ന് നല്ലോണം എന്ത് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ നമ്മൾ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠത്തിന്റെ പേരെന്തായിരുന്നു? പാഠക്കാൻ നമുക്ക് അറിയാം. जिसगले मैं रहता हूँ, जिसगले मैं रहता हूँ. इस जिसगले मैं रहता हूँ इस प्रत्येक डायरी लिखी क्या है? कौन कौन है? गाली. क्या है? गाली. अब देखिए, गाली दिल्ली वाले रहता है. गाली दिल्ली वाले ने रहता. उस समय अंग्रेजी सिपाहियों ने गाली को और दिल्ली वाले के अनेक मार करना, घर के जाल करना, अनेक आदमी ने मार डाला. इसी तरह जाता है. प्रिय विद्यार्थिകളെ, നമ്മുടെ ഗാലിബ് പറയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് 1857 ഡൽഹിയിൽ നടന്ന കലാപത്തെ എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത് നേരിട്ട് അനുഭവിച്ചതിന്റെ ഒരു ഡയറിയാണ് ഇവിടെ ഗാലിബ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കേണൽ ബ്രൗൺ എന്നുള്ള ആള് ഇദ്ദേഹത്തിനെ വിട്ടയക്കുകയും കൂടാതെ എന്ത് ചെയ്തു? ബാക്കിയുള്ള 1000കണക്കിന് ആൾക്കാരെ അംഗ്രേസിനെ മാർഡാണ് എന്ത് ചെയ്തു? ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും അങ്ങനെ തൂക്കിലേറ്റുകയും അനേക കണക്കിന് കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഗാലിബ് പറയാണ്, ഞാൻ എന്തൊരു ഭാഗത്തിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? അവിടെ നിന്നും രക്ഷപ്പെട്ടു. അപ്പൊ ഇനി എന്താവും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം? പേജ് നമ്പർ 32 പേജ് നമ്പർ 32 നോക്കാം. നമുക്ക് തുടങ്ങാം. എല്ലാ ആൾക്കാരും റെഡിയല്ലേ? അർത്ഥമൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ. मेरी पहचान का बिस्ती था चिराग अली बहद सीधे आदमी. मेरी पहचान का बिस्ती था चिराग अली. मेरी पहचान था എന്റെ പരിചയക്കാരനായിരുന്നു, അല്ലെങ്കിൽ എന്റെ സുഹൃത്തായിരുന്നു. बिस्ती का अर्थ क्या है? बिस्ती मेरी पहचान था എനിക്ക് അറിയുന്ന എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ബിസ്തി എന്ന് വെച്ചാൽ ബിസ്തി ഒരു പുതിയ വാക്കാണ്. ഇന്ന് ഇല്ലാത്തൊരു ജോലിയാണ്. എന്താണ്? വെള്ളം ചുമക്കുന്ന ആൾ. എന്താണ്? വെള്ളം ചുമക്കുന്ന ആൾ. ഇന്ന് ഇപ്പൊ ബോട്ടിലൊക്കെ അങ്ങനത്തെ ഒരു ജോലി നമുക്ക് നോക്കാം. മേരി പഹചാൻ കാ ബിസ്തി കാ ചിറാഗ്. എന്റെ പരിചയക്കാരനായ അല്ലെ എന്റെ സുഹൃത്തായിരുന്ന ഒരു വെള്ളം ചുമക്കുന്ന ആളായിരുന്നു ചിറാഗ് അലി. ഒരു പുതിയൊരാളാണ്. ആരാണ്?
ചിറാഗ് അലി. കേണൽ ബ്രൗണിലായിരുന്നു. അടുത്തതാരാണ്? ചിറാഗ് അലി. എന്റെ അടുത്ത ഒരു സ്നേഹിതനായിരുന്നു, വെള്ളം ചുമക്കുന്ന ഒരു സ്നേഹിതനായിരുന്നു ചിറാഗ് അലി. നല്ല പേരില്ലേ, ചിറാഗ് അലി. ബഹദ് സീതാ ആദ്മി. ബഹദ് ബഹദ് എന്ന് വെച്ചാൽ ബഹദ് ബഹദ് അങ്ങേയറ്റം. എന്താണ്? അങ്ങേയറ്റം. ബഹദ് ബഹദ് का अर्थ क्या है? അങ്ങേയറ്റം. സീതാ ആദ്മി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അങ്ങേയറ്റം ഒരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു മനുഷ്യരായിരുന്നു. ആര്? ഗാലിബിന്റെ സുഹൃത്തായിരുന്ന, അല്ലേ? എന്താണ്? ഗാലിബിന്റെ സുഹൃത്തായിരുന്ന വെള്ളം ചുമക്കുന്ന ആളായ ചിറാഗ്. ബഹദ് സീതാ ആദ്മി എന്താണ്? വളരെ എന്തായിരുന്നു? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ചില ആൾക്കാരെ കൊണ്ട് നമ്മൾ പറയില്ലേ, വെറും പാവം, ഓനെ നോക്ക് വെറും പാവമാണ്, അല്ലെ വെറും പാവമാണ് എന്ന് നമ്മൾ പറയില്ലേ. അതേപോലെ പറയാണ് എന്റെ സുഹൃത്തായിരുന്ന ചിറാഗ് അലി ബഹദ് സീതാ ആദ്മി വളരെ ഒരു സാധുവായിരുന്നു. रोज सुबह शाम नहर का पानी मसक में बहता और अल्लाह के गुण गाता हुआ सड़क को सींच करता. रोज सुबह വളരെ രാവിലെ തന്നെ, സുബഹ് ചെല്ലുന്ന രാവിലെ, रोज सुबह വളരെ രാവിലെ തന്നെ, शाम വൈകുന്നേരം, नहर का पानी, नहर का पानी, नहर का अर्थ क्या है? नहर 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 का अर्थ क्या है? തോട്. എന്താണ്? തോട്. തോട്ട്. നമ്മളെ തോട്ടുന്ന്, അല്ലെ? തോട്ടൊക്കെ അല്ലേ വെള്ളം എന്താണ് ഒഴുകിപ്പോന്ന ഒരു ചെറിയ സ്ഥലം, തോട്ട്. रोज सुबह शाम എല്ലാ രാവിലെ എന്തായിരുന്നു? രാവിലെ തന്നെ എന്ത് ചെയ്യായിരുന്നു? എന്ത് ചെയ്യാൻ? നഹർ കാ പാനി തോട്ടിന്ന് വെള്ളം എടുത്ത്. അപ്പൊ ഈ മസക് മേ, മസക് എന്ന് വെച്ചാൽ മസക്, മസക് എന്ന് വെച്ചാൽ വെള്ളമൊക്കെ നിറയ്ക്കുന്ന ആര്? തുക്കട് എന്നൊക്കെ പറയില്ല, നമ്മള് വെള്ളമൊക്കെ നിറച്ചു വെക്കുന്ന ആ ഒരു പാത്രത്തിനെയാണ് എന്ത് പറയാ? മസക്. ഇത് 1857 നടക്കുന്ന സംഭവമാണ്. അപ്പം ഇന്നത്തെ പല എന്താണ് വാക്കുകളും അതേപോലെ പല വസ്തുക്കളും എന്തായിപ്പോയി? കാലത്തിൽ കടന്നുപോയി എന്ന് തന്നെ പറയാം. പണ്ട് നമ്മൾ ഉപയോഗിച്ച പല സാധനങ്ങളുണ്ടോ? ഇല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വെള്ളം എന്തായിരുന്നു? ഒഴിച്ചു വെക്കുന്ന ആ ഒരു പാത്രത്തിനെയാണ് എന്ത്? മസക് എന്ന് പറയുന്നത്. मसक में बहता और अल्लाह के गुण गाता सड़क को सींचा करता. അങ്ങനെ എന്ത് ചെയ്യും? രാവിലെ തന്നെ എന്ത് ചെയ്യും? തോട്ടിന്ന് വെള്ളം എടുത്തുകൊണ്ട് എന്താണ് ആ ഒരു തകടിയിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹ്ക്കെ ഗുൺ ഗാത്ത, അള്ളാഹുവിന്റെ, അല്ലെ, അള്ളാഹുവിന്റെ ദൈവമായ അള്ളാഹുവിനെ കുറിച്ചുള്ള എന്താണ് ഗാത്ത, എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പാട്ടുകൾ പാടി സടക്കോ സീച്ച് കാത്ത. എന്ത് ചെയ്യും? സടക്ക്, സടക്ക് എന്ന് ചെല്ലുന്ന സടക്ക്, റോഡ് എന്നാണ് റോഡ്. സടക്കോ സീച്ച് കാത്ത റോഡ് എന്ത് ചെയ്യും? വൃത്തിയാക്കുന്ന. നോക്കണോ ആ നല്ലൊരു മനുഷ്യനെ കുറിച്ച് ചിറാഗ് അലിന്റെ ആ ഒരു വിശേഷത നിങ്ങൾ നോക്കി. എന്താണ്? വളരെ പാവമാണല്ലേ. രാവിലെ എന്ത് ചെയ്യും? തോട്ടന്ന് വെള്ളം എടുത്തുകൊണ്ട് മസക്കിലാക്കിയിട്ട് ഈ ഒരു എന്താണ് പുണ്യ നമ്മുടെ അള്ളാഹുവിന്റെ എന്താണ് വചനങ്ങളും അതേപോലെ പാട്ടുകൾ പാടിയിട്ട് സടക്ക് സീച്ച് കത്ത റോഡ് വൃത്തിയാക്കുന്നത്
പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആര്? ചിറാഗ് അലി. അതെ, ചിറാഗ് അലി. गाने के लिए जो रूखी सूखी मिल जाती उसके गले के नीचे उदरे मगन रहता. गाने लिए തിന്നാൻ എന്ത് ചെയ്യും? റൂക്കി സൂക്കി എന്താണ്? ഉണങ്ങിയതും വരണ്ടതുമായ എന്തെങ്കിലും എന്ത് ചെയ്യും? മിൽ ജാതി കഴിച്ചുകൊണ്ട് ഗാലയ്ക്ക് നീച്ചെ ഇത്തർ അപ്പിനെ മകൻ രഹിത എന്ത് ചെയ്യും? പിന്നെയും പണിയിലേക്ക് പോയി. എന്ന് വെച്ചാൽ ഉണങ്ങിയതും റൂക്കി സൂക്കി നിങ്ങൾ പഠിച്ചതാണ് 8ാം ക്ലാസ് അല്ലെ. ഉണങ്ങിയതും വരണ്ടതുമായ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുത്താൽ മൂപ്പരെന്ത് ചെയ്യും? അതും കഴിച്ച് പിന്നെയും എന്ത് ചെയ്യും? ഗാലയ്ക്ക് നിശ്ചയിക്കുന്ന പിന്നെ മകൻ രഹിത വീണ്ടും ആ ഒരു ജോലി ചെയ്യുമായിരുന്നു. തോട്ടുന്നൊക്കെ വെള്ളം കൊണ്ടുവരും, എന്നിട്ട് ആ മസ്കിലാക്കി റോഡ് വൃത്തിയാക്കും. ആ അള്ളാഹുവിന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ റോഡ് വൃത്തിയാക്കുന്ന ഒരാളായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ തിന്നും, ഒരക്ഷരം പറയൂല. ഇതിന് ഉപ്പില്ലാലോ അല്ലെങ്കിൽ പുളി കൂടിപ്പോയാലോ മധുരം കൂടുതലാണെങ്കിൽ ആണല്ലോ ഒന്നും പറയൂല. അത് തിന്നിട്ട് ചിറാഗ് എന്ത് ചെയ്യും? പിന്നെയും റോഡ് വൃത്തിയാക്കുന്നത് സ്വഭാവമായിരുന്നു. നല്ലൊരു സവിശേഷതയാണ്. നോക്ക്, അപ്പൊ ഇതിവിടെ പറയുന്നത് ഒരു ദാരിദ്ര്യമാണ്, ഒരു അവസ്ഥയാണ്. ഇന്ന് അല്ലേ, ഇന്ന് നമ്മള് അന്ന് നിങ്ങൾ നോക്കുക, റോഡ് വൃത്തിയാക്കുന്ന ഒരു പണിയാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തിന്നും, അത്രയേ ഉള്ളൂ. ചിറാഗൻ അതിന് ടേസ്റ്റ് ഇല്ലാതെ ഉണ്ടെന്നോ ഒന്നും ഒരു അഭിപ്രായം പറയും. ഇന്ന് നമ്മളെല്ലാ ആൾക്കാരും, നിങ്ങളല്ല, നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മ, ഞാൻ അടക്കമുള്ള ആൾക്കാർ എന്താണ്? തൊഴിലാളികളാണ്. ഇനി തൊഴിലാളികളാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു പറമ്പ് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ കണ്ണം കൊത്താൻ ഏതെങ്കിലും ഒരു പണിക്കാരൻ വന്നാൽ തലയിൽ നമ്മൾ എന്താ പറയാ? നമ്മളാണെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും കർമ്മസ്യോ അല്ലെങ്കിൽ ചെറുപ്പോ കുറച്ച് കറിയും വെച്ച് കൂട്ടാനും കൂട്ടിത്ത്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയാ? നാളെ പണിക്കാരൻ വരുന്നുണ്ടേ, ഓർക്കെന്തെങ്കിലും വേണ്ടേ, പൂള വാങ്ങണ്ടേ, മീൻ വാങ്ങണ്ടേ, പപ്പടം വേണ്ടേ അല്ലേ? അതാണ് കാലം കടന്നുപോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പലതും മാറി അല്ലേ. ഇന്നെന്തായി? ഒരു വീട്ടിലൊരു പണിക്കാരൻ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പറയണ്ടേ, മീൻ വാങ്ങണ്ടേ, ഇത് വാങ്ങണ്ടേ, പൂളത്തൊന്നും വേണ്ടേ അല്ലേ? കാലം കടന്നുപോയി, കാലം മാറി അല്ലേ. ഇന്ന് നിങ്ങൾ നോക്കി എന്തെങ്കിലും കൊടുത്താൽ ചിറാഗലി തിന്നുമല്ലാതെ വേറെ ഒന്നുമില്ല അല്ലേ. അപ്പാണ് കാലത്തിന്റെ വ്യത്യാസം. നിങ്ങൾ അവസ്ഥ മനസ്സിലാക്കുക. നമ്മൾ ജീവിക്കുന്നത് എത്രയോ സുഖകരമായ ഒരു സിറ്റുവേഷൻ. നോക്കാം, एक रोज दिल्ली के बड़े हकीम अरसन साहब सड़क से घोड़े से सवार होकर निकले थे. एक रोज ഒരു ദിവസം ദില്ലിക്ക് ബഡേ ഹക്കീം അർസൻ, ദില്ലിയിലെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ഓഫീസറായ ഹക്കീം അർസൻ, ദില്ലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസറായ ഹക്കീം അർസൻ सड़क के अपने घोड़े पर सवार होकर निकल रहे थे. ഒരു ദിവസം ദില്ലിയിലെ പ്രധാനപ്പെട്ട അംഗ്രേസി ഓഫീസറായ ഹക്കീം അർസൻ എന്നുള്ള ആളെന്താണ് സടക്ക് സേ റോട്ടിലേക്ക് എന്ത് ചെയ്യും? ഘോഡെ സേ, ഘോഡെ വെച്ചിരുന്ന കുതിരയിൽ എന്ത് ചെയ്യും? സവാർ ഹോക്കർ, സവാർ വെച്ചിരുന്ന സവാർ സവാർ വെച്ചിരുന്ന കറങ്ങുക, എന്താണ്? ചുറ്റിക്കറങ്ങുക അല്ലെ. എന്ത് ചെയ്യും? അദ്ദേഹം എന്ത് ചെയ്യും? ചുറ്റിക്കറങ്ങുക അല്ലെ. എന്താണ്? സവാർ ഹോക്കർ എന്താണ്? ആ കുതിരപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യും? ചുറ്റിക്കറങ്ങാൻ എന്ത് ചെയ്യും? നിക്കൽ വരുമായിരുന്നു.
മഡ്സൺ എന്നുള്ള അംഗ്രീസിയിലെ ഓഫീസറായ ഒരു ഉദ്യോഗസ്ഥൻ ഗോഡേസിനെ കുതിരപ്പുറത്ത് എന്ത് ചെയ്യും? ഒന്ന് ചുറ്റിക്കറങ്ങാൻ, റൗണ്ട് അടിക്കാൻ, ചുറ്റിക്കറങ്ങാൻ അല്ലെ എന്താണ് റൗണ്ട് അടിക്കാൻ എന്ത് ചെയ്യുമായിരുന്നു? വരുമായിരുന്നു അല്ലേ? എന്നാ നിക്കൽ രഹിत വരുമായിരുന്നു. ചിറാഗ് അലി സടക്ക് സീച്ച് രഹിത. ചിറാഗ് അലി നമ്മുടെ പാവപ്പെട്ട പയ്യനായ ചിറാഗ് അലി സടക്ക് സീച്ച് രഹിത റോഡ് വൃത്തിയാക്കുകയായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ഹക്കീം മഡ്സൺ കുതിരപ്പുറത്ത് വരുമ്പോൾ നമ്മുടെ ചിറാഗ് അലി റോഡ് വൃത്തിയാക്കുമായിരുന്നു. റോഡ് വൃത്തിയാക്കുകയാണ് അല്ലേ? എന്താണ് റോഡ് വൃത്തിയാക്കുകയാണ്. उसने अरसन साहब को सलाम नहीं किया. उसने അവൻ എന്ത് ചെയ്തു? അർസൻ സാഹബ് को നമ്മുടെ ഹക്കീം അർസനോട് സലാം नहीं किया. എന്ത് ചെയ്തു? ബഹുമാനം കാണിച്ചില്ല, അല്ലെങ്കിൽ സലാം പറഞ്ഞില്ല അല്ലേ? എന്താണ് സലാം नहीं किया എന്ന് വെച്ചാൽ റോഡ് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ഹക്കീം മഡ്സൺ കുതിരപ്പുറത്ത് വരുമ്പോൾ ചിറാഗ് അലി ഇങ്ങനെ റോഡ് വൃത്തിയാക്കുക. പക്ഷെ കണ്ടിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല? സലാം പറഞ്ഞില്ല, അല്ലെങ്കിൽ ബഹുമാനം കൊടുത്തതില്ല. ആരെ? ചിറാഗ് അലി. എന്ത് ചെയ്തു? ഈശ്വർ കെ ഗുൺ ഗാതാ രഹാ. നമ്മുടെ ചിറാഗ് അലി ഈശ്വർ കെ ഗുൺ എന്താണ്? ഈശ്വരന്റെ എന്താണ് ഗുൺ? ഈശ്വരന്റെ എന്താണ് മഹത്തായ പാട്ടുകൾ പാടി എന്ത് ചെയ്യുമായിരുന്നു? ഗാഥ അല്ലെ പറയുമായിരുന്നു അല്ലെ? ആ സമയത്ത് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വൃത്തിയാക്കി ഓരോരോ ദൈവത്തിന്റെ വചനങ്ങളും ഓരോ പാട്ടുകൾ പോലെ ഇങ്ങനെ പാടി ഇങ്ങനെ വൃത്തിയാക്കുക. പക്ഷെ ചിറാഗ് അലി ആരെ കണ്ടില്ല? ഹക്കീം മഡ്സനെ നമ്മുടെ എന്താണ് ഹക്കീം മഡ്സനെ ആര് കണ്ടില്ല? ചിറാഗ് അലി കണ്ടില്ല. അർസൻ സാഹബ് को गुस्से आया. അർസൻ സാഹബ് നമ്മുടെ എന്താണ് അർസനെ എന്ത് വന്നില്ല? അംഗ്രേസിനെ അഫ്സർ അല്ലേ? നമ്മുടെ ഹക്കീം അർസൻ को गुस्से आया. गुस्से എന്ന് വെച്ചാൽ നാട്ടുണ്ട്. ഈ അർത്ഥമൊക്കെ എഴുതി വെച്ചിട്ടല്ലോ. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ഗുർസ എന്നുവെച്ചാൽ ദേഷ്യം. എന്താണ് ദേഷ്യം? എന്ത് ചെയ്തു? അർസൻ സാഹബ് को गुस्सा आया. നമ്മുടെ ഹക്കീം മഡ്സനെ എന്ത് വന്നു? ദേഷ്യം വന്നു. എന്ത് വന്നു? ദേഷ്യം വന്നു. ഹക്കീം മഡ്സൻ को गुस्सा आया. ഹക്കീം മഡ്സൻ എന്ത് വന്നു? ദേഷ്യം വന്നു അല്ലേ? എന്താണ് ഒരു ഇന്ത്യക്കാരൻ അവിടെ റോഡ് വൃത്തിയാക്കുകയാണ്. സടക്ക് സീറ്റ് കർത്താ എന്നെ എന്ത് ചെയ്തില്ല? സലാം नहीं किया. എന്നെ ബഹുമാനം കാണിച്ചില്ല എന്നുള്ള ദേഷ്യം ആർക്ക് വന്നു? നമ്മുടെ ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഭരിക്കുക ബ്രിട്ടീഷുകാർ. നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊക്കെ പറയുന്നില്ലേ? ആ ചങ്ങായിന്റെ നാട്ടുകാരനാണ് ഇവിടെ ആദ്യം വന്നത്. എന്ത് നിങ്ങൾക്കറിയാലോ? വാസ്കോഡ് ഗാമ എന്നുള്ള ചങ്ങായാണ് ഇവിടെ ആദ്യം വന്നത്. ഇന്ത്യ എന്തായി? ഈ ഒരു ഗോളത്തില് ആക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ഒരാളാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതാണ്. ഇപ്പം മാഷ് ക്രിസ്ത്യാനോ റൊണാൾഡോനെ പറ്റി അങ്ങനെ പറഞ്ഞത് എന്നല്ല, നമ്മളൊക്കെ വാഴ്ത്തപ്പെടുന്ന ഒരാളാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയാണ്, പോർച്ചുഗീസുകാർ പറങ്കികളാണ് ഇവിടെ ആദ്യം വന്നെന്ത് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാസ്കോഡ് ഗാമ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ഉറുമി എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലേ? പൃഥ്വിരാജിന്റെ ആ സിനിമയുടെ അകത്ത് വെടിക്ക് അവസാനം പറയുന്നു, ഈ വാസ്കോഡ് ഗാമയോട് ഫൈറ്റ് ചെയ്ത് നിന്ന ഒരാളാണ് ആര്? നമ്മുടെ അതിനകത്തുള്ള
പൃഥ്വിരാജ് അവതരിപ്പിച്ച കേളു എന്നുള്ള കഥാപാത്രം. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവസാനം അല്ലേ, ലോകമെന്തായി വാസ്കോ ഡി ഗാമയെ പുകഴ്ത്തി, പക്ഷേ ഈ ഒരു കേളു എന്നുള്ള ആളെ എന്ത് ചെയ്തു, ലോകം മാറുന്നു. ശരിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു നയിച്ച ഒരാളാണ് കേളു എന്നുള്ള കഥാപാത്രം. അത് എത്രയോ ഗ്രന്ഥങ്ങളും ഈ ഒരു ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട് നമ്മളെ പൃഥ്വിരാജ് അവതരിപ്പിച്ച ആ ക്യാരക്ടർ. പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ആ സിനിമ വന്നതിന് ശേഷമാണ് ആളുകൾ മനസ്സിലാക്കുക. പക്ഷെ എന്തായി, വാസ്കോ ഡി ഗാമയെ ലോകം എന്തായി പുകഴ്ത്തി, പക്ഷെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, മറന്നു എന്നുള്ളതാണ് സത്യം. ശരിയാണ്, ഇദ്ദേഹത്തെ മറന്നു. അത് അതിൻ്റെ അകത്ത് പറയുന്നത് നല്ലൊരു സിനിമയാണ്, കാണാത്ത ആൾക്കാർ കാണും എന്ന് വിചാരിച്ചിട്ട് 24 മണിക്കൂർ സിനിമ കാണാനല്ല പറയുന്നത്, നല്ലൊരു സിനിമയാണ്. അപ്പൊ എന്ത് ചെയ്തു, മാറിപ്പോയില്ല. അർസൻ സാബിക്ക് ഗുസ്സയായ അർസൻ സാബിന് എന്ത് വന്നു, ദേഷ്യം വന്നപ്പോൾ എന്ത് ചെയ്തു, ഉനോനെ അപ്പനി തൽവാർ സേ, എന്താണ് അദ്ദേഹത്തിന്റെ തൽവാർ എന്ന് വെച്ചാൽ ഈ ഒരു അരയിലുള്ള വാൾ, തൽവാർ വാൾ എന്ത് ചെയ്തു, അവർക്ക് നമ്മുടെ ചിറാഗ് അലിക്കു भेंट चिर डाल उसके लाल दिल्ली दरवाज़ बैठा दी, എന്ത് ചെയ്തു, ചിറാഗ് അലിയുടെ വെട്ടുന്ന നമ്മുടെ ഈ ഒരു വയറിനകത്ത് എന്ത് ചെയ്തു, ഡാൽ കുത്തിക്കേറ്റി ദില്ലിക്ക് ദർവാസ്, എന്താണ് ഡൽഹിയിലെ എന്താണ് ദർവാസ് എന്ന് വെച്ചാൽ ശരിക്കും വാതിൽ, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, കവാടം. ദില്ലിയിൽ എന്താണ് കവാടത്തിൽ താങ്കത്തിൽ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ചിറാഗ് അലി എന്ത് ചെയ്തില്ല, ഈ ഒരു ഹക്കീം അർസനെ കണ്ടില്ല, അദ്ദേഹം റോഡിന്റെ വൃത്തിയാക്കുകയായിരുന്നു. സലാം നഹീ ദേഖാ, അതുകൊണ്ട് നമ്മുടെ ഹക്കീം അർസൻ എന്ത് ചെയ്തു, ചിറാഗ് അലിനെ ഇല്ലേ അപ്പനെ തൽവാർ സേ, അദ്ദേഹത്തിന്റെ അരയിലുള്ള വാളെടുത്തുകൊണ്ട് പള്ളേന്റെ അകത്ത് എന്താക്കി, കുത്തി എന്താണ് അദ്ദേഹം എന്ത് ചെയ്തു, പള്ളേന്റെ അകത്ത് ചിറാഗ് അലിയുടെ വാളന്റെ അകത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ കുത്തിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, ചിറാഗ് അലിയെ ദർവാസ് ദില്ലിക്ക് ദർവാസ്, ഡൽഹിയിലെ കവാടത്തിൽ തൂക്കിയിട്ട് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ കാല്. ഇതെല്ലാം കാണ്ടും അറിഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. ഇനി ഇങ്ങനെ അർസൻ സാബിനെ എന്താണ് ബഹദൂർ ഷാ ജാഫർ ദോനെ എന്താണ് ബഹദൂർ ഷാ ജാഫർ കെ, അത് നോക്കണേ, വല്ലാത്തൊരു എന്താണ് ഒരു പേരാണ്, ബാദ്ഷാ ബഹദൂർ ഷാ ജാഫർ കെ എന്നുള്ള ആളുടെ ദോനോ ബേട്ടെ, രണ്ട് മക്കളെ എന്ത് ചെയ്തു അവർ മിർസ അബൂബക്കർ, എന്താണ് മിർസ അബൂബക്കർ എന്നുള്ള ആളെയും എന്ത് ചെയ്തു, ഗൂൻ ഉസ്കെ ദില്ലി ദർവാസ് ലഡ്തി, ഈ എന്താണ് ബാദ്ഷാ ബഹദൂർ ഷാ ജാഫർ കെ, എന്താണ് ബാദ്ഷാ ബഹദൂർ ഷാ ജാഫർ കെ, ദില്ലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജവംശത്തിലെ ഒരു അംഗമായിരുന്നുള്ള എന്താണ് ബാദ്ഷാ ബഹദൂർ ഷാ ജാഫറിനെ ഇദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ എന്ത് ചെയ്തു ചിറാഗ് അലി എന്ത് ചെയ്തു, സീർ അദ്ദേഹത്തിന്റെ ഈ രണ്ട് മക്കളുടെ തല, സീർ എന്ന് വെച്ചിരുന്ന തല എന്ത് ചെയ്തു ദില്ലി ദർവാസെ, ദില്ലിയിലെ എന്താണ് ഈ ഒരു കവാടത്തിൽ തൂക്കിയിട്ടില്ലേ. അർസൻ എന്താണ് ഹിന്ദുസ്ഥാനിയോ കാ ഗൂൻ കർത്തെ ബഡാ മസാ ആത്തെ ഹേ, ऊपर करना है നല്ല സുഖാണോ, അർസൻ കോ ഹിന്ദുസ്ഥാനിയോ കോ, നമ്മുടെ ഈ ഹക്കീം അർസനെ ഹിന്ദുസ്ഥാനിയോ കോ, ഇന്ത്യക്കാരെ എന്താണ് ഇങ്ങനെ എന്താണ് ഗൂൻ കർത്തെ, ഇങ്ങനെ ദ്രോഹിക്കുന്നത്, മസാത്ത വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ്.
എന്താണ് വളരെ ഇഷ്ടമായിരുന്നു അല്ലേ? നമ്മുടെ ഹക്കീം അർസനെ ഹിന്ദുസ്ഥാനികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് മൂപ്പർക്ക് വളരെ എന്താണ് മസാത്ത, വളരെ സന്തോഷമായിരുന്നു, ഒരു എൻജോയ്മെന്റ് ആയിരുന്നു അല്ലേ? ഓരോ ആൾക്കാർക്ക് ഓരോ ഹോബിയാണ്. ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ് ഇലക്ട്രിക് കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ മുന്നാടുക അല്ലെ, ഈ ഒരു ഫ്ലഗിനകത്ത് കൈയിടുക, അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമാണ്. തിളച്ചെണ്ണേനകത്ത് കൈ വെക്കുക, ചൂടുവെള്ളം കുടിക്കുക, തിളച്ച ചൂടുവെള്ളം, അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ ഹോബിയാണ് അല്ലെ? അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞാണ്, അങ്ങനെ നമ്മുടെ ഈ ഒരു ഹക്കീം അർസനെ ഹിന്ദുസ്ഥാനിയൊക്കെ മറന്നാണ് ഹിന്ദുസ്ഥാനികളെ കൊല്ലുന്നത് വളരെ ഒരു വിനോദപ്പെട്ട ഒരു ആനന്ദമായിരുന്നു ആർക്ക്? ഹക്കീം അർസൻ. അപ്പൊ നമ്മളിങ്ങനെ പറയാമെന്നല്ലാതെ ആ ഒരവസ്ഥ നമ്മൾ ആലോചിച്ചു. അപ്പൊ അതിനകത്തുള്ള അർത്ഥങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നത് ഗാലിബ് പറയാണ്, എന്റെ ഒരു അടുത്തൊരു പരിചയക്കാരനായിരുന്നു ചിറാഗ് അലി എന്നുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ജോലി വളരെ എന്താണ് ഒരു പാവപ്പെട്ട ഒരുത്തരാണ്. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? രാവിലെ തന്നെ എന്താണ് ഈ തോട്ടുന്ന വെള്ളമൊക്കെ എടുത്തിട്ട് റോഡ് വൃത്തിയാക്കുന്ന പണിയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ തിന്നും ഒന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഹക്കീം അർസൻ എന്നുള്ള ഒരാള് ബ്രിട്ടീഷ് ഓഫീസർ വരികയും ചിറാഗ് അലി ഹക്കീം അർസനെ ചിറാഗ് അലി ഹക്കീം അർസനോട് ഒരു തരത്തിൽ എന്ത് ചെയ്തില്ല? സലാം പറഞ്ഞില്ല. മൂപ്പരെ റോഡ് വൃത്തിയാക്കുകയും അല്ലാഹുവിന്റെ ഈശ്വരനെ പറ്റിയുള്ള വചനങ്ങൾ പാട്ടുകളായി ഇങ്ങനെ പറയുകയും ആ ജോലിയിലൊക്കെ ഇങ്ങനെ പോവുകയുമായിരുന്നു. അർസനെ ഈ ഹക്കീം അർസൻ ദേഷ്യപ്പെടുകയും ചിറാഗ് അലിയെ അപ്പനെ തൽവാർ സെ അദ്ദേഹത്തിന്റെ എന്താണ് തൽവാർ വാള് കൊണ്ട് കേട്ട് എന്താണ് വയറിനകത്ത് കുത്തുകയും ചെയ്തു. ഈ ഒരു ചിറാഗ് അലിയെ നമ്മുടെ ദില്ലിക്ക് ദർബാർ ദില്ലിയിലെ കവാടത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഹക്കീം അർസൻ എന്ത് ചെയ്തു? ആദ്യത്തെ ഒരു ഭരണാധികാരിയായിരുന്ന എനിക്ക് പേര് ഓർമ്മയില്ല, बादशाह बहादुर शाह जाफर के दोनों बेटे രണ്ട് ഈ ബാദ്ഷാഹ് ജാഫർ എന്നുള്ള ഈ ഒരു ആളുടെ രണ്ട് പുത്രന്മാരെയും ഈ ഒരു ഹക്കീം അർസൻ എന്ത് ചെയ്ത് കൊന്നിട്ട് തല ഡൽഹിയിലെ കവാടത്തിൽ തൂക്കിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹക്കീം അർസൻക്കോ നമ്മുടെ ഈ ഹക്കീം അർസന് ഹിന്ദുസ്ഥാനിയൊക്കെ മാറ്റാണ് ഹിന്ദുസ്ഥാനികളെ കൊല്ലുന്നത് ഒരു വിനോദമായി. അപ്പൊ ഇതിന്റെ അകത്ത് ആ പാരഗ്രാഫ് എല്ലാ ആൾക്കാരും വായിക്കും, അർത്ഥങ്ങൾ എഴുതുക. ഞാൻ വാക്കുകൾ തന്നെ മുൻപിട്ട് തരുന്നുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഇന്നത്തെ നമ്മുടെ വേഡ്സ് കോളേജ് പേരാണ് നടത്തിയ ക്ലാസ് ഇഷ്ടപ്പെട്ടു